നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നാലും അതാരായിരിക്കും? എല്ലാ പിറന്നാളിനും എനിക്ക് ഗ്രീറ്റിംഗ്സ് അയക്കുന്ന ആ സ്ട്രേഞ്ചർ. എനിക്കുള്ള ഈ വർഷത്തെ ഗ്രീറ്റിംഗ്സും അവര് വീട്ടിലെത്തിച്ച് കാണുമോ? അമ്മ ഒരു കാര്യം ചെയ്യും, എനിക്കും കൂടി എന്തെങ്കിലും പണി പറഞ്ഞോ, ഞാനും ചെയ്യാം. വരുന്ന ഗസ്റ്റുകൾക്ക് കസേരയിട്ട് കൊടുക്കണോ, അതോ ഗസ്റ്റുകളെ പനിനീര് തെളിച്ച് ആനയിക്കണോ? ഇനി അതും അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് സപ്ലൈ ചെയ്യാം. എന്തിനേറെ വരുന്ന എല്ലാവരെയും ഞാൻ കാല് കഴുകി സ്വീകരിക്കാം. പറയാമേ, ഋതിക കല്യാണം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ അതും ആഘോഷാക്കി ഞാൻ അവളെയും അവളെ കെട്ടാൻ വരുന്നവനെയും എന്റെ തോളി ചുമന്നുകൊണ്ട് പോവാം. മതി, നിർത്ത. നിന്റെ മനസ്സിലെ വിഷമം ഈ അമ്മയ്ക്ക് മനസ്സിലാവും. അതിന്റെ 100 ഇരട്ടി വിഷമവും ദേഷ്യവും എനിക്കുണ്ട് ദീപകെ. എന്തിനാണ് ഞാൻ ഈ മൗനം പാലിച്ച് അകത്തെ എരിച്ചിൽ പുറത്ത് കാണിക്കാതെ നിൽക്കുന്നതെന്ന് അറിയാമോ? എല്ലാം എന്റെ വരുതിക്ക് വരുത്താൻ. അതൊക്കെ ഇനി എന്ന് നടക്കാനാണമ്മേ? ഋതികയുടെ നിശ്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നീ വെറുതെ തുള്ളാതെ ചെറുക്കാം. ഈ അംബിക മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഇവിടെ നടക്കൂ. നീ കണ്ടോ കാണാൻ പോകുന്ന പൂരം? എന്ത് പൂരം? എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ പിറന്നാൾ ആഘോഷം അത് നടക്കാൻ പോകുന്നില്ല. പിന്നെ ഋതികയുടെയും അശ്വിന്റെയും വിവാഹ നിശ്ചയം അത് നല്ല വൃത്തിയായി ഞാൻ മുടക്കും. ഋതിക ഒരാളുടെ മുന്നിൽ താലി ചാർത്താനായി തല കുനിക്കുമെങ്കിലേ അതെന്റെ മകൻ ദീപകിന്റെ മുന്നിൽ മാത്രമായിരിക്കും. എങ്ങനെ? പറയാം. നീ ആദ്യം പോയി ഋതികയ്ക്ക് നല്ലൊരു സാരി എടുത്തോണ്ട് വാ. സാരിയോ? എന്തിന്? അവൾക്ക് ഞാനൊരു ഒന്നാം തരം സാരി തന്നെ കൊടുക്കുന്നുണ്ട്. ഈയിടെയായി ഞാൻ അനുഭവിച്ചതിനൊക്കെ തിരിച്ചടി കൊടുത്തിരിക്കും. ഋതുമോളെ, നിനക്കിന്ന് ചേട്ടൻ നല്ലൊരു ഗുണപാഠം പഠിപ്പിച്ചു തരാൻ പോവുക. എന്നാലും അതാരായിരിക്കും? എല്ലാ പിറന്നാളിനും എനിക്ക് ഗ്രീറ്റിംഗ്സ് അയക്കുന്ന ആ സ്ട്രേഞ്ചർ. എനിക്കുള്ള ഈ വർഷത്തെ ഗ്രീറ്റിംഗ്സും അവര് വീട്ടിലെത്തിച്ച് കാണുമോ? മേഡം. ഹലോ മാഡം. എന്താ രാജു? ഇത് എന്തൊരിപ്പാ? ആരെങ്കിലും എടുത്തോണ്ട് പോയപ്പോൾ അറിയില്ലല്ലോ. അതെ, ഞാനൊരു കാര്യത്തെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്താ കയ്യില്? ഇതീ ക്ഷേത്രത്തിലെ പ്രസാദ.
നല്ല സ്വാദ്. രാജു ഇവിടെ ഇരുന്നേ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം രാജുവിനോട് പറയാനുണ്ട്. എന്റെ പൊന്നോ, ഞാനില്ലേ? മാഡോലെ എന്നോട് പറഞ്ഞത് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. അത് ഞാൻ അപ്പോഴത്തെ ടെൻഷനിൽ പറഞ്ഞതല്ലേ. രാജു ഇരിക്കെ. മര്യാദക്ക് ഇരിക്കുന്നുണ്ടോ? ശരി. എന്താ മാഡം, ഇരുന്നില്ലേ? ഇനി കാര്യം എന്താന്ന് വെച്ചാ പറ. രാജു, എന്റെ ഒരുപാട് നാളായുള്ള വലിയ ആഗ്രഹം. സത്യം പറഞ്ഞ ഓർമ്മ വെച്ച കാലം തൊട്ടുള്ള ആഗ്രഹം. പക്ഷെ ഇതുവരെ ആ ആഗ്രഹം നടന്നിട്ടില്ല. ആഹാ, അത് കൊള്ളാലോ. ഋതിക മാഡത്തിന്റെ നടക്കാത്ത ആഗ്രഹവും, അതും ഈ രാജു കൂടെ ഉള്ളപ്പോ. മാഡം കാര്യം എന്താന്ന് വെച്ചാ പറ. ദേ, ഋതിക മാഡം ഇങ്ങനെ വിരൽ ഞൊടിച്ച മൃതസഞ്ജീവൻ ഇരിക്കുന്ന മല ചടയെന്നെടുത്ത് കൊണ്ടുവന്ന് മുന്നിൽ വെച്ചേരില്ലേ ഞാൻ? പിന്നെ മൃതസഞ്ജീവിനി മല ഒരു ചാക്ക് തേങ്ങ എടുത്തോണ്ട് വന്നപ്പോ മടുത്തു പോയ ആളാ മല ചുമന്നുകൊണ്ട് വരാൻ പോകുന്ന. വെറുതെ വീമ്പിളക്കതൊന്ന് പോ രാജു. ആ, കൊള്ളാം. അങ്ങനെ തന്നെ പറയും. എനിക്കിത് വേണം. ഋതിക മാഡം, ഏത് കാര്യമായാലും മാഡത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? എന്നിട്ടും മാഡം എന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പരിഹസിക്കുന്നതേ എനിക്ക് നല്ല വിഷമമുള്ള കാര്യം കേട്ടോ. എങ്കിലും ഒരു കാര്യം ചെയ്. രാജു എനിക്ക് പ്രോമിസ് ചെയ്തതാ. ഞാൻ പറയുന്ന ആഗ്രഹം അതെന്തായാലും സാധിച്ചു തരുമെന്ന് പ്രോമിസ് ചെയ്തതാ. ഓക്കെ, രാജു ഇതാ ഋതിക മാഡത്തിന് വാക്ക് തരുന്നു. പിറന്നാൾ ദിവസമായ ഇന്ന് ഋതിക മാഡത്തിന്റെ വർഷങ്ങളായിട്ട് നടക്കാത്ത ആഗ്രഹം അത് എന്ത് തന്നെ ആയാലും ഈ രാജു നടത്തി തരും. ആ, അങ്ങനെ വെറുതെ വാക്ക് പറഞ്ഞ പോരാ. പിന്നെ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. എന്നാലേ രാജുവിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കൂ. ഈ ഋതിക മാഡത്തിന്റെ ഒരു കാര്യം. ഇനി മാഡം ആഗ്രഹം പറയും. മാഡത്തിന്റെ ആഗ്രഹം ഈ രാജു സാധിച്ചു തരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.